നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാം ടെസ്റ്റിൽ ജീവൻ മരണ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ടീം ഇന്ത്യ. കൊൽക്കത്തയിലേറ്റ് ഞെട്ടിക്കുന്ന പരാജയത്തോടെ 0-1 വരെന് പിന്നിലായതിനാൽ കടുത്ത സമ്മർദ്ദത്തിലാവും ഇന്ത്യ ഗുവാഹത്തിയിലെത്തുക. ബൌളർമാർ അരങ്ങുവാണ കൊൽക്കത്തയിലെ ആദ്യ ടെസ്റ്റിൽ 30 റൺസിന്റെ പരാജയമാണ് ഇന്ത്യയ്ക്കു നേരിട്ടത്. 124 റൺസ് പോലും ചേസ് ചെയ്യാനാവാതെ ടീം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് രണ്ടാം ടെസ്റ്റിനായി ഇന്ത്യയുടെ പടയൊരുക്കം. കഴുത്തിനേറ്റ പരിക്കു കാരണം ക്യാപ്റ്റൻ ശുഭൻ ഗില്ലിന് അടുത്ത ടെസ്റ്റ് നഷ്ടമായേക്കും. അങ്ങനെ വന്നാൽ ഋഷഭ് പന്തായിരിക്കും ടീമിനെ നയിക്കുക. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗുവാഹത്തിയിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തി 2 ടെസ്റ്റുകളുടെ പരമ്പര ഇന്ത്യയ്ക്ക് 1-1 വരെന് അവസാനിപ്പിക്കാം. ഇതിനായി ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ടീം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ബാറ്റിംഗ് ലൈനപ്പിലെ അനാവശ്യ പരീക്ഷണം നിർത്തുകയെന്നതാണ്. കൊൽക്കത്ത ടെസ്റ്റിൽ 3-ാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറിനെ അയക്കാനുള്ള നീക്കം വലിയ ചൂതാട്ടമായിരുന്നു. ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷ കാത്ത അദ്ദേഹം 2 ഇന്നിംഗ്സിലും നന്നായി ബാറ്റ് ചെയ്തു. 29, 31 എന്നിങ്ങനെയാണ് സ്കോറുകൾ. പക്ഷേ രണ്ടാം ടെസ്റ്റിലും വാഷിയെ 3-ാമനായി ഇറക്കാനുള്ള സാഹസം ഇന്ത്യ കാണിക്കരുത്. വെസ്റ്റ് ഇൻഡീസുമായി അവസാനം കളിച്ച ടെസ്റ്റിൽ 80+ സ്കോറുമായി തിളങ്ങിയ താരമാണ് സായ്. രാഹുൽ യശസ്വി ജയ്സ്വാൾ ജോഡിക്ക് പിന്നാലെ 3-ാം നമ്പറിൽ സായിയും കളിക്കുന്നതോടെ ഇന്ത്യയുടെ ടോപ്പ് 3 സെറ്റാവും. ശുഭ്മൻ ഗില്ലിനു പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യക്ക് 11ലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഗില്ലിന്റെ പൊസിഷനായ 4-ൽ ധ്രുവ് ജുറേലിനെ തന്നെ കളിപ്പിക്കണം. കാരണം 3-5 സ്ഥാനങ്ങളിലുള്ള സായിയും ഋഷഭ് പന്തും ഇടംകയ്യൻ ബാറ്റർമാരാണ്. ഇന്ത്യൻ ടീം അടുത്ത ടെസ്റ്റ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യൻ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഓപ്പണിംഗ് ജോഡികളായ രാഹുലും യശസ്വി ജയ്സ്വാളും ക്ലിക്കാവാതെ പോയതാണ്. 2 ഇന്നിംഗ്സുകളിലും ഈ ജോഡി ഒരുപോലെ പരാജയമായി. സമീപകാലത്ത് ഇന്ത്യ ജയിച്ചിട്ടുള്ള ടെസ്റ്റുകൾ എടുത്താൽ അതിൽ ഓപ്പണർമാരുടെ പ്രകടനം ഏറെ നിർണായകമായിരുന്നതായി കാണാം. സ്ഥിരതയാർന്ന തുടക്കങ്ങൾ നൽകാൻ രാഹുൽ ജയ്സ്വാൾ ജോഡിക്കു കഴിയാറുണ്ട്. മാത്രമല്ല 2-ൽ നിന്നും വലിയൊരു ഇന്നിംഗ്സും ടീമിന് ലഭിക്കാറുണ്ട്. ഇത് ഗുവാഹത്തിയിൽ വളരെ പ്രധാനമാണ്. ഓപ്പണിംഗ് വിക്കറ്റിൽ കുറഞ്ഞത് 50+ എങ്കിലും നേടുന്നതിനൊപ്പം 2-ൽ ക്രീസിൽ കൂടുതൽ സമയം നിന്ന് വലിയൊരു ഇന്നിംഗ്സിന് ശ്രമിക്കുകയും വേണം. എങ്കിൽ ഈ ടെസ്റ്റിൽ ആധിപത്യം നേടാനും ഇന്ത്യക്ക് സാധിക്കും.